ബഹുമാനായ താങ്കളെ ഇന്നു മുതൽ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചിരിക്കുന്നു. മരണം നമ്മെ വേർതിരിക്കുന്നവരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ഉത്തമ ഭർത്താവ് നിലയിൽ താങ്കളെ സ്നേഹിച്ചു ബഹുമാനിച്ചു പോറ്റി പുലർത്തി വിശുദ്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കടപ്പാടുകളും ഉത്തമ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ താങ്കളോട് ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെ സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും ഇവിടെ കൂടപ്പെട്ട സദസ്സിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ താങ്കളോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സമർപ്പണം ചെയ്തുകൊള്ളുന്നു. ഇന്നു മുതൽ എന്നെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. മരണം നമ്മെ വേർതിരിക്കുന്നവരെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഉത്തമ ഭാര്യ എന്ന നിലയിൽ അങ്ങയെ സ്നേഹിച്ചു, അങ്ങയെ ബഹുമാനിച്ചു, അനുസരിച്ചു, കീഴ്പ്പെട്ടു. വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കടപ്പാടുകളും ഉത്തമ ഭാര്യ എന്ന നിലയിൽ അങ്ങയോട് ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെ സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും ഇവിടെ കൂടപ്പെട്ട സദസ്സിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അങ്ങയോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉഭയസമ്മതം ചെയ്തു. നിങ്ങളെയും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മക്കളെയും തന്നെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും വരുവാൻ കാരണമായ അങ്ങയുടെ സന്നിധി ഒരു വിശുദ്ധ കുടുംബം കൂടെ ഇന്ന് പകൽക്കാലം ഈ സഭാമധ്യേ രൂപപ്പെടുവാൻ എനിക്ക് പ്രസാദം തോന്നിയതോർത്ത് സ്തോത്രം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളുടെ പ്രിയ ഫിലോയെ കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്തമ ഭർത്താവിന് വേണ്ട എല്ലാ ആക്രമണങ്ങളും നിങ്ങളുടെ മകനെ പകരണമേ. ഉത്തമ ഭാര്യയ്ക്ക് വേണ്ട എല്ലാ ആക്രമണങ്ങളും നിങ്ങളുടെ മകനെ പകരണമേ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, സാമ്പത്തികമായി അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഗ്രഹിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബ ജീവിതം ദൈവസഭയുടെ ഈ സമൂഹത്തിന് അവർ ഈ ലോകത്തോടെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങളിലായിരിക്കുന്നുവോ അവിടെ എല്ലാം അനുഗ്രഹപൂർണ്ണമായി തിരുവാനിടയാക്കണമേ. തുറന്നു പോകാനിടയാകല്ലേ, കിഴിഞ്ഞു പോകാനിടയാകല്ലേ. മകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശക്തിയോടെ ബലപ്പെട്ട് ക്രിസ്തു വിശ്വാസത്താൽ വസിച്ച് സ്നേഹത്തിന് വിശാലപ്പെട്ടവരാ
സഭയിൽ